സമയമായി യുദ്ധമെന്ന ക്രൂരത നിർത്തേണ്ട സമയമായി കുഞ്ഞു കുഞ്ഞു മക്കളെ കൊന്നൊടുക്കും ക്രൂരത കുഞ്ഞു കുഞ്ഞു മക്കളെ കൊന്നൊടുക്കും ക്രൂരത കുഞ്ഞു കുഞ്ഞു മക്കളെ എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും നീതിബോധം സമയമായി യുദ്ധമെന്ന ക്രൂരത നിർത്തേണ്ട സമയമായി നന്മയാണ് 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 കൂട്ടരെ മലയാള കലാകാര നന്മയാണ് കൂട്ടരെ കുഞ്ഞു കുഞ്ഞു മക്കളെ കൊന്നൊടുക്കും ക്രൂരത കുഞ്ഞു കുഞ്ഞു മക്കളെ കൊന്നൊടുക്കും ക്രൂരത നീതിബോധമുള്ളവർ നിർത്തേണ്ട സമയമായി ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ജനങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മയുടെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ യുദ്ധത്തിനെതിരെയുള്ള ഐക്യദാർഢ്യം, യുദ്ധത്തിനെതിരെയുള്ള ഐക്യദാർഢ്യത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നിവരുൾപ്പെടെ ഹാജരായിരിക്കുന്ന ഈ യോഗത്തിൽ ഈ പറഞ്ഞവർക്കും മറ്റു സഹപ്രവർത്തകർക്കും ആദ്യമായി സ്വാഗതം പറയുന്നു. അതിനുശേഷം ബഹുമാന്യനായ നമ്മുടെ പ്രിയപ്പെട്ട ദിനേശേട്ടൻ, അതായത് ദിനേശ് പുലിമുഖം അവர்கள் ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ആദ്യമായി ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള കലാകാര സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സഹോദരന്മാരെ, പലസ്തീനിലെ യുദ്ധം ആരംഭിക്കുന്ന നിരവധി വർഷങ്ങളായി ആധിപത്യം സ്ഥാപിക്കാൻ, പശ്ചിമേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ ഗവൺമെന്റ് ഒത്താശ ചേർന്നുകൊണ്ട് ഇസ്രയേൽ എന്ന രാജ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പലസ്തീൻ എന്ന രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ക്രൂരതയാണ് ഇസ്രയേലിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഗാസ എന്ന മുനമ്പിലേക്ക് ചുരുങ്ങിയിട്ടുള്ള പലസ്തീൻ, അവിടെയുള്ള ജനവിഭാഗങ്ങൾ ആകെ തന്നെ ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിച്ചേർന്നത്. വ്യക്തമായി ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്ന മക്കളുടെ സാഹചര്യത്തിൽ വ്യക്തമായി ഒരു നേരം പോലും ഭക്ഷണം ലഭിക്കാത്ത, ഒരു തുള്ളി പോലും ജലം ലഭിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പലസ്തീനിലെ പിഞ്ചു കുട്ടികളടക്കം മുതിർന്നവരടക്കം ആ ജനവിഭാഗം ആകെ മാറി എന്നുള്ള ദുരിതപൂർണമായ ഒരു ലോക സാഹചര്യമാണ് ഇന്ന് അവിടെയുള്ളത്. പലസ്തീൻ എന്ന രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി വളർന്നു വരുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ പോലും കൊന്നെടുക്കുന്ന തരത്തിലേക്ക് ഇസ്രയേൽ എന്ന ഭീകര രാഷ്ട്രം യുദ്ധവെറി കൊണ്ടുകൊണ്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നന്മ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള പലസ്തീൻ ഐക്യദാർഢ്യം പരിപാടിയാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നടത്തുന്നത്. അതിൻ്റെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി സേവ്യർ പാട്ടൂരാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് അനിൽകുമാർ ഗോകുലത്താണ്. ഇത് കമ്മിറ്റിയുടെ പ്രസിഡന്റും സംഘടനാ സെക്രട്ടറിയുമായിട്ടുള്ള അനിൽകുമാർ ഗോകുലത്തിന് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ
യുദ്ധം മാത്രമല്ല, ഒരു വംശഹത്യയാണ്. വംശഹത്യ എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞുങ്ങളെ മൊത്തം ഉന്മൂലനം ചെയ്ത് ഒരു തലമുറ തന്നെ ഇല്ലാതാക്കാനുള്ള സാമ്രാജ്യത്തിൻ്റെ വലിയ ഗൂഢാലോചനയാണ് ഈ ലോകത്ത് അരങ്ങേറുന്നത്. പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം ആരംഭിക്കുന്നത് ഇപ്പോഴല്ല. ആ രാഷ്ട്രം ഉണ്ടായ സന്ദർഭം മുതൽ ഇതുവരെയുള്ള നാളുകളിൽ പതിനായിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു തള്ളിയ വലിയ ഭീകരമായൊരവസ്ഥ ലോകമെമ്പാടും നിലനിൽക്കുന്നുണ്ട്. മഹാത്മജിയുടെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. മഹാത്മജി പറഞ്ഞത് എന്താണ്? ഇംഗ്ലീഷുകാർക്കെന്ന പോലെ ഇന്ത്യക്കാർക്കെന്ന പോലെ പലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പ്രഖ്യാപിച്ച മഹാത്മാവിന്റെ നാട്ടിൽ നിന്നുകൊണ്ട് ഈ യുദ്ധത്തിനെതിരെ സമാധാനത്തിന് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി കലാകാരന്മാർ എല്ലാ കാലത്തും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. കാരണം കലാകാരന്മാർ സംഘടിച്ചത് തന്നെ, ലോകത്താദ്യമായി കലാകാരന്മാർ സംഘടിച്ചത് തന്നെ യുദ്ധത്തിനെതിരായിട്ടാണ്. ലോക സമാധാനത്തിന് വേണ്ടിയാണ് ആദ്യമായി കലാകാരന്മാരും എഴുത്തുകാരും ലോകത്താദ്യമായി പാരീസിൽ സംഘടിച്ചത്. ആ സംഘടനയുടെ അന്നവർ സംഘടിച്ച് ഉയർത്തിയ മുദ്രാവാക്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അതിൻ്റെ പ്രസക്തി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന തിരിച്ചറിയിലൂടെയാണ് നന്മ ഈ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമരത്തിൻ്റെ ഈ ഐക്യദാർഢ്യ സദസ്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് നന്മയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ സേവ്യർ കുൽപ്പാട് അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏതാണ്ട് 12,000 കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾ മാത്രമല്ല, സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേര് ഇതിനകം മരിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 2 ദിവസങ്ങൾക്ക് മുൻപാണ് 1940 സ്ഥാപിതമായ ലോകരാഷ്ട്രങ്ങളുടെ സംഘടനയായ ഐക്യരാഷ്ട്രസഭയിൽ ചരിത്രത്തിലാദ്യമായി സംഭവം. ആ സംഭവം 192 രാജ്യങ്ങൾ വരുന്ന ഐക്യരാഷ്ട്രസഭയുടെ യോഗം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ആദ്യ ലീഡർ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ അതിൽ പങ്കെടുത്തിരുന്ന 100-ലധികം രാജ്യങ്ങളിലെ പ്രതിനിധികൾ പ്രതിഷേധിച്ചുകൊണ്ട് ഊതി വിളിച്ചുകൊണ്ട് ആ യോഗം ബഹിഷ്കരിച്ച് എഴുന്നേറ്റ് പോയിട്ടുള്ളതാണ്. ഐക്യരാഷ്ട്രസഭ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ അത് ബഹിഷ്കരിക്കുകയും കൂയി വിളിക്കുകയും ചെയ്യുന്നത് അവർ 1-2 പേരല്ല, അതിൽ പങ്കെടുത്ത രാജ്യങ്ങളിലെ 100-ലധികം പേര് എന്ന് പറഞ്ഞാൽ പകുതിയിൽ കൂടുതൽ പേര് പ്രതിഷേധിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകും. അവരുടെ പ്രതിഷേധം ഇതായിരുന്നു: കുഞ്ഞുങ്ങളെ, പലസ്തീനിലെ നിരപരാധികളായി കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നു, ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങൾ മുഴുവൻ, ഏതാണ്ട് മിക്കവാറും എല്ലാവരും തന്നെ, അമേരിക്ക ട്രംപ് ഒഴിച്ചാൽ മിക്കവാറും എല്ലാവരും നരകത്തിയെ വംശകത്തിയെ അപലപിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, എല്ലാ യുദ്ധങ്ങളും ഓരോ പരാജയങ്ങളാണ്. ഒരു യുദ്ധത്തിലും ഒരിക്കലും ആരും ജയിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. എല്ലാ യുദ്ധങ്ങളിലും മരിച്ചു വീഴുന്നത് 10,000-ങ്ങളും ലക്ഷങ്ങളുമാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മുടെ ഓർമ്മയിലെങ്കിലും നാം ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകും, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കൂട്ടക്കുരുത്ത് നടന്നത് 2ാം ലോക മഹായുദ്ധത്തിലാണ്. ഏതാണ്ട് 72 രാജ്യങ്ങൾ പരസ്പരം പങ്കെടുത്ത യുദ്ധത്തിൽ മരിച്ചു വീണവരുടെ എണ്ണം, 10 വർഷക്കാലം നീണ്ടുനിന്ന യുദ്ധത്തിൽ മരിച്ചു വീണവരുടെ എണ്ണം 5 കോടി മനുഷ്യരാണ്. അതിൽ 2 കോടിയും മരിച്ചു വീണത് അന്നത്തെ സോവിയറ്റ് യൂണിയനിലാണ്. മറ്റ് രാജ്യങ്ങൾ ഉൾപ്പെടെ മരിച്ചു വീണവരുടെ ആകെ എണ്ണം 5 കോടിയാണ്. ആ 5 കോടി മനുഷ്യർക്ക് പറഞ്ഞാൽ എല്ലാവരും സമാധാനക്കാരില്ല. നിരപരാധികളായ മനുഷ്യരായിരുന്നു, കുട്ടികളായിരുന്നു, അമ്മമാരായിരുന്നു. ഓർക്കുക, ആ യുദ്ധത്തിന് ശേഷം യുദ്ധം അവസാനിച്ചു. ഏതാണ്ട് 1945 മെയ് മാസം യുദ്ധം അത് കരാറിലൂടെ ഒത്തുതീർപ്പിലൂടെ അവസാനിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ആഗസ്റ്റ് മാസം 6-ാം തീയതി 9-ാം തീയതി ഞങ്ങളാണ് ലോകത്തിൻ്റെ രാജാവ്, ഞങ്ങളാണ് ലോകത്തിൻ്റെ ചക്രവർത്തി എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിന് വേണ്ടി അമേരിക്ക ആഗസ്റ്റ് 6-ാം തീയതി 9-ാം തീയതി ഹിരോഷിമയിൽ നാഗസാക്കി
ബോംബ് വർദ്ധിച്ചത്, ആറ്റം ബോംബ് വർദ്ധിച്ചത്. അതിനു മുമ്പ് ആരും ആറ്റം ബോംബ് ആ യുദ്ധത്തിൽ വർദ്ധിച്ചിട്ടേ ഇല്ല. അതിനുശേഷവും ആറ്റം ബോംബ് വർദ്ധിച്ചിട്ടില്ല. അന്ന് ഈ രണ്ട് സ്ഥലത്തും ആറ്റം ബോംബ് വർദ്ധിച്ചുകൊണ്ട് മരിച്ചവരുടെ എണ്ണം ഏതാണ്ട് 10 ലക്ഷം പേരായി. ഹിരോഷിമയിൽ അവിടെ മരിച്ചവരുടെ ശവങ്ങൾ കൊണ്ടുപിടിക്കാൻ കാക്കയും കഴുകനും പട്ടിക്കും പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളും എന്ത് കഴിയുന്നതായിരുന്നതാണ്. അവിടെ മരിച്ചവരുടെ എലിഭൂമികത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകം, നിങ്ങൾ ശാന്തരായി ഉറങ്ങി, ഈ അപരാധം ഇനി ഒരിക്കലും ഞങ്ങൾ ആവർത്തിക്കില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഞങ്ങൾ അപരാധം ചെയ്തിരിക്കുന്നു, ഇനി ഞങ്ങൾ ഒരിക്കലും ഈ അപരാധം ആവർത്തിക്കില്ല എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. പക്ഷേ അതിനുശേഷവും നിരന്തരമായി ആ അപരാധം ലോകത്ത് വിവിധ രാജ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എല്ലാ യുദ്ധങ്ങളുടെയും പിന്നിൽ ഒരു വശത്ത് അമേരിക്ക ഉണ്ടായിരുന്നുള്ളതാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു കച്ചവടമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ വിൽപ്പനക്കാർ അമേരിക്ക. അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെയെങ്കിലും യുദ്ധമുണ്ടായാൽ മാത്രമേ ആയുധങ്ങൾ വിറ്റഴിക്കാൻ കഴിയും. അവിടുത്തെ ആയുധ വിൽപ്പനക്കാരായ കോടീശ്വരന്മാർക്ക് വീണ്ടും ആകണമെങ്കിൽ യുദ്ധം നടന്നേ പറ്റും. അതുകൊണ്ട് യുദ്ധങ്ങൾ അവർക്ക് വിരോധമാണ്, അവർക്ക് കച്ചവട തന്ത്രമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം സാഹിത്യകാരന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം വലിയ നമ്മുടെ പാട്ട് പോലെ എല്ലാ യുദ്ധങ്ങൾക്കും നമുക്കിടയാണ്. ഒരു യുദ്ധത്തിൽ ആരുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായാലും ഇന്ത്യ ചൈന യുദ്ധമായാലും അവർ ഇത്ര പേരെ കൊന്നു എന്നൊക്കെ നമ്മൾ അഭിമാനത്തോട് പറയുന്നത് മരിച്ചിട്ടുള്ള മനുഷ്യരാണ് നമ്മൾ ഓർക്കുന്നത്. ആ മനുഷ്യരെ കൊല്ലുന്നതിനോട് എല്ലാ കാര്യത്തിലും നമുക്കറിയാം. മഹാത്മാഗാന്ധിയുടെ പ്രതിനിധി മുന്നിലാണ് നാം സംസാരിക്കുന്നത്. എന്നും രാഷ്ട്രീയ സിദ്ധാന്തം അഹിംസയായിരുന്നു. എല്ലാ സമരം നടത്തുമ്പോഴും ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം അഹിംസയായിരുന്നു എന്നതാണ്. ഒരു തുള്ളി രക്തം പോലും വീഴ്ത്താതെ ഈ സമരം ജയിക്കണം എന്നായിരുന്നു. ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ നിന്ന് ഓടിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. അഹിംസയെ സംസാരിക്കുമ്പോൾ നാടൊന്നും കലാകാരന്മാരും സാഹിത്യകാരന്മാരും അതിൻ്റെ കൂടെയാണ്. തീർച്ചയായും ഈ മനുഷ്യൻ നിങ്ങൾക്ക് നന്മ പ്രതിഷേധിക്കുന്നു. ആ ജീവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളോട്, പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി, ഈ പ്രതിഷേധ ഐക്യദാർഢ്യ പരിപാടി ഔപചാരിക ഉദ്ഘാടനം ചെയ്യാറുണ്ട്. ഞാൻ വാക്കുകൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഇസ്രയേൽ നടത്തുന്ന അതിക്രൂരമായിട്ടുള്ള ഒരു തന്ത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കണ്ണിൽ ഒപ്പുവാന് ആ യുദ്ധത്തിൽ എത്രയോ കുട്ടികളാണ്, മുതിർന്നവരാണ് ജീവഹാനി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞുമക്കളുടെ കണ്ണീരിനോടൊപ്പം മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇതിൽ സഹകരിച്ച എല്ലാ കലാകാരന്മാർക്കും, ഇത് കേൾക്കുന്ന എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.